കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ പോരടിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല പാലക്കാട്. ഒരു കാലത്ത് ഇടതുപക്ഷം പയറ്റിത്തെളിഞ്ഞ് ആധിപത്യം നിലനിർത്തിപ്പോന്നിരുന്ന ജില്ലയായിരുന്നു പാലക്കാട്. എന്നാൽ ഇപ്പോൾ പാലക്കാടും ഇടതുപക്ഷവും തമ്മിലുള്ള അന്തരം വളരെയേറെ കൂടിയിരിക്കുന്നു. അതിന് പ്രധാന കാരണം ബി ജെ പി പാലക്കാട് വളർന്നു വന്നതാണ്. അതിനൊത്ത് പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും തങ്ങളുടെ വേര് കൃത്യമായി ഉറപ്പിച്ചു. പക്ഷേ ഇടതുപക്ഷത്തിന് അത്രത്തോളം വളരാൻ സാധിച്ചില്ല. തിരുവനന്തപുരത്തെ അവസ്ഥ പറയുന്നത് പോലെ തന്നെയാണ് പാലക്കാട് ജില്ലയിലെയും അവസ്ഥ. തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് മൂന്നാം തരത്തിലേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുള്ളതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ജില്ലയിലുമൊക്കെ ഇടതുപക്ഷം മൂന്നാം തരത്തിലേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു രീതിയും ശൈലിയും ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് കുറച്ചുകൂടി വഷളാകുന്ന തരത്തിലേക്കുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പാലക്കാട് എന്ന് പുറത്തു വരുന്നത്. പാലക്കാട് CPIക്ക് വേരോട്ടം ഏറെയുള്ള ഒരു ജില്ല കൂടിയാണ്. ആ CPIയിൽ പാർട്ടിയോടുള്ള എതിർപ്പ് കാരണം, പാർട്ടി നേതൃത്വത്തോടുള്ള എതിർപ്പ് കാരണം ഇടതുപക്ഷ സന്തത സഹചാരികളായിട്ടുള്ള ചില ആളുകൾ പാർട്ടി വിട്ടു പോവുകയും ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. സേവ് CPI ആൻഡ് പട്ടാമ്പി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവരൊരു സമാന്തര സംവിധാനം പാലക്കാട് ഉണ്ടാക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സമാന്തര സംവിധാനം പാലക്കാട് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല ഇതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം. സേവ് CPI ആൻഡ് സേവ് പട്ടാമ്പി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാലക്കാട് ഒരു വിമത വിഭാഗം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനപ്പെട്ട ഉദ്ഘാടകനായി ക്ഷണിച്ചിരിക്കുന്നത് KPCCയുടെ വൈസ് പ്രസിഡന്റായ പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ VT ബൽറാമിനെയാണ്. VT ബൽറാം പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയൊരു നേതാവാണെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തനായ കോൺഗ്രസിൻ്റെ ഒരു മുഖം തന്നെയാണ്. സ്വാഭാവികമായും പട്ടാമ്പിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ, അതും KPCCയുടെ വൈസ് പ്രസിഡന്റിനെ CPIയുടെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ എന്താണ് പുകഞ്ഞ് പൊങ്ങുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. KPCCയുടെ സഹകരണത്തോടെ അല്ല VT ബൽറാമിനെ ഇത്തരത്തിലൊരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതെങ്കിൽ പോലും VT ബൽറാം ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖമായതുകൊണ്ട് തന്നെ CPI അവിടുത്തെ വിമത ഇടതുപക്ഷ സഹയാത്രികർ കോൺഗ്രസിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ആശയം കൂടി അവർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. PV അൻവർ നിലമ്പൂരിൽ ഇടതുപക്ഷത്തോട് പിണങ്ങിപ്പിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം പോയ കുറേ ഇടതുപക്ഷക്കാരെ പോലെ തന്നെ ഈ വിമത വിഭാഗത്തിലും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ മനം നൊന്ത് നിൽക്കുന്ന കുറേ പേരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. CPIയുടെ മണ്ഡലമായ പട്ടാമ്പിയിൽ KE ഇസ്മയിലിനെ പോലെ നിരവധി നേതാക്കന്മാർ ഭരിച്ച് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. എന്നാൽ അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില നടപടികൾ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള പാർട്ടിയോട് വലിയ എതിർപ്പുള്ള ഒരു വിഭാഗം യുവാക്കൾ അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രവർത്തകർ ഒരു സമാന്തര സംവിധാനവുമായി എത്തിയിരിക്കുന്നത്. ഈ മാസം 9-ാം തീയതിയാണ് സേവ് പട്ടാമ്പി സേവ് CPI എന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് അവർ ഇത്തരത്തിലൊരു പരിപാടിയുമായി മുൻപോട്ട് വരുന്നത്. അതുമാത്രമല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഉയർത്തുന്നൊരു മുദ്രാവാക്യം മതതീവ്രവാദ ഭീകരതയ്ക്കെതിരെ മാനവ സംഗമം എന്ന ഒരു മുദ്രാവാക്യത്തോടെ സേവ് CPI സേവ് പട്ടാമ്പി എന്ന മുദ്രാവാക്യം ഉയർത്തിയവർ മണ്ഡലത്തിൽ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. ഇനി ഇതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി CPIക്ക് അല്ലെങ്കിൽ CPI വിമതർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 9-ാം തീയതി നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി AISFൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒടുവിലായി നടത്തുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവ് 2 തവണ അടുപ്പിച്ചൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ 3-ാം തവണ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ അവസരം നൽകില്ല എന്നുള്ളത് ആ പാർട്ടിയുടെ കേന്ദ്ര സംവിധാനത്തിൻ്റെ ഭാഗമായുള്ളതാണ്, അവരുടെ ഭരണഘടനാപരമായുള്ള കാര്യമാണ്. അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പോരാട്ടം നടന്ന് CPIക്കോ അല്ലെങ്കിൽ CPMനോ ഒക്കെ LDFന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആ മണ്ഡലം കൈവിട്ടു പോകേണ്ട അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാനാർത്ഥിയെ വീണ്ടും ഒരിക്കൽ കൂടി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുള്ളൂ. അത്തരത്തിലൊരു ബുദ്ധിമുട്ടുകളും പട്ടാമ്പിയെ സംബന്ധിച്ചില്ല. 3-ാം തവണ അതുകൊണ്ട് ഇപ്പോൾ അവിടെ MLA ആയിരിക്കുന്ന മുഹമ്മദ് മുഹസിനെ സംബന്ധിച്ച്, മുഹമ്മദ് മുഹസിൻ വളരെ ചെറുപ്പത്തിലെ പട്ടാമ്പി MLA ആയി വിജയിച്ചു വന്ന നേതാവാണ്. മുഹമ്മദ് മുഹസിനെ സംബന്ധിച്ച അദ്ദേഹം CPIയുടെ നേതാവായിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു 3-ാം തവണ കൂടി അവിടെ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്, അവിടെ മറ്റ് പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. എന്നാൽ ഇവിടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, പട്ടാമ്പി പോലെ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ KPCCയുടെ വൈസ് പ്രസിഡന്റായ VT ബൽറാം ഒരു വിമത വിഭാഗത്തിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടെ CPIയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികളുടെ പിന്തുണ കോൺഗ്രസിലേക്ക് കൂടി ചായുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾക്ക് ബലം കൂട്ടുന്നത് തന്നെയാണ്. ഇവിടെ ഈ മുഹമ്മദ് മുഹസിൻ്റെ ഒരു പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കനയ്യകുമാർ എന്ന AISFൻ്റെ യുവമുഖമായ കനയ്യകുമാറിൻ്റെ ഒപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന നേതാവാണ് അദ്ദേഹം. പിന്നീട് കോൺഗ്രസിനോടൊപ്പം ചേരുന്നു.
അദ്ദേഹം ASFിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് പോയപ്പോൾ ഇവിടെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൽ ഒരു MLA സീറ്റ് ലഭിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പാടവത്തോടുകൂടി വളർന്നു വന്നൊരു യുവ നേതാവ് തന്നെയാണ് മുഹമ്മദ് മുഹ്സിൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായും കനയ്യകുമാറിൻ്റെ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതികളിലും ചലനങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മൂന്നാം തവണയും MLA സീറ്റ് ലഭിക്കാതെ വരുന്ന മുഹമ്മദ് മുഹ്സിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പട്ടാമ്പിയിൽ തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ഉപയോഗപ്പെടുത്തി പട്ടാമ്പിയിൽ ഒരു MLA വിജയിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് വർധനവ് പരിശോധിക്കുമ്പോൾ 2016 അദ്ദേഹത്തിന് 7000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2021 ആയപ്പോൾ 10,000-ന് അപ്പുറത്തേക്ക് കിടന്നു. അതായത് വർഷാവർഷം മുഹമ്മദ് മുഹ്സിൻ എന്ന CPIയുടെ യുവ നേതാവിൻ്റെ ജനപിന്തുണ അവിടെ വർദ്ധിക്കുകയാണ് സാരം. എന്നാൽ മൂന്നാം തവണ ഒരിക്കൽ കൂടി അവിടെ MLA സീറ്റ് നൽകാതിരിക്കുന്ന സാഹചര്യത്തിലും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPIയുടെ അല്ലെങ്കിൽ CPMൻ്റെ ഒക്കെ നേതൃനിരയിലുള്ള നേതാക്കന്മാരുടെ ഇടതുപക്ഷ സഹയാത്രികർക്കുള്ള വലിയ വിദ്വേഷത്തിൻ്റെ വലിയ എതിർപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം കനയ്യകുമാറിന് കൂടി ഇടപെടലോടുകൂടി അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നാൽ പട്ടാമ്പിയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മുഹമ്മദ് മുഹ്സിൻ മാറും എന്ന ഒരു വാർത്ത കൂടി, ഒരു സൂചന കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് വാസ്തവം.